ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ. സംരംഭകത്വത്തിന്റെ അടിസ്ഥാന മന്ത്രങ്ങളാണിവ. ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ ഈ 4 ഘടകങ്ങളും സാമ്പത്തിക ശാസ്ത്രമനുസരിച്ച് അനിവാര്യമാണ്. ഇതിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംരംഭകത്വം വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും. ഇനി ഒരു സഞ്ചാരിയുടെ കഥ. തെക്കൻ ജർമ്മനിയിലെ ഒരു കുഗ്രാമത്തിൽ 1861 അദ്ദേഹത്തിന്റെ ജനനം. സാങ്കേതിക വിദ്യാഭ്യാസം കുട്ടിക്ക് കൊടുക്കുക എന്നതായിരുന്നു മാതാപിതാക്കളുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യാ പഠനരംഗത്ത് മിടുക്കനായി ആ യുവാവ് വളർന്നു. താൻ ആർജിച്ച അറിവുകളെ എങ്ങനെ പ്രായോഗിക തലത്തിൽ എത്തിക്കണമെന്നതായിരുന്നു അയാളുടെ ചിന്ത. ഏതൊരു സംരംഭകനും ചിന്തിക്കുന്നത് പോലെ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ എന്ന അടിസ്ഥാന തത്വങ്ങളുടെ പരിമിതിയിൽ നിൽക്കുവാൻ ആ യുവാവ് തയ്യാറായില്ല. ആ കാലഘട്ടത്തിൽ ആരും ചെയ്യാത്ത മറ്റൊന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു: യാത്രകൾ. ലോകമെമ്പാടും യാത്രകൾ ചെയ്തു. ജനങ്ങൾ, കാലാവസ്ഥ, പ്രകൃതി, സംസ്കാരം, സാമ്പത്തികം, സാങ്കേതികവിദ്യ, എന്തിനേറെ താൻ സഞ്ചരിച്ച കപ്പലിനെക്കുറിച്ച് വരെ നിരീക്ഷണം നടത്തി. മടങ്ങിവന്ന് ജർമ്മനിയിൽ വ്യവസായം ആരംഭിച്ചു. ഓരോ ദിവസവും അഭിവൃദ്ധി. പിന്നീട് വ്യവസായ രംഗത്തെ അതികായകനായി മാറി ആ യുവാവ്. വിജയത്തിന്റെ മന്ത്രം ഒന്നുമാത്രമായിരുന്നു: യാത്രയിൽ നിന്ന് ആർജിച്ച മനുഷ്യത്വം. ജർമ്മൻ വ്യവസായ രംഗത്ത് ആദ്യമായി തന്റെ തൊഴിലാളികളുടെ പ്രവർത്തന സമയം 8 മണിക്കൂറായി ചുരുക്കി ലോകത്തിന് തന്നെ മാതൃകയായി അദ്ദേഹം. ജീവനക്കാരുടെ സന്തോഷം, ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചു. അതിനെല്ലാം കാരണമായത് ആ യുവാവ് നടത്തിയ യാത്രകളായിരുന്നു. മനുഷ്യന്റെ മനസ്സറിഞ്ഞ ആ വ്യവസായിയുടെ പേര് ഇന്ന് ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുണ്ട്. ജർമ്മൻ മൾട്ടിനാഷണൽ കമ്പനിയായ ബോഷ് എന്ന ബ്രാൻഡിന്റെ ശില്പി റോബർട്ട് ബോഷ്. നല്ലൊരു നേതാവ് തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്റെ അനുയായികളെയാണ് പരിഗണിക്കേണ്ടത്. അവരുടെ ഉയർച്ച കൊണ്ട് മാത്രമേ നേതാവ് സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. കൂടെ കൂട്ടുക മറ്റുള്ളവരെയും. ശുഭദിനം.